പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടയിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഒമാനുമായി ധാരണയിലെത്തിയത് പുതിയ രാഷ്ട്രീയ പോരിന് വഴിതെളിച്ചു. മൂന്നാം കക്ഷിക്ക് ഇടമില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ അമേരിക്കയെ ഒഴിവാക്കിയതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രോഷം പ്രകടിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്ക് സംയുക്തമായി നിയന്ത്രിക്കാൻ ഒമാനുമായി ധാരണയായെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഈ നീക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. ഇറാന്റെ നിലപാട് തള്ളിയ ട്രംപ് ഹോർമൂസ് പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്നും വെടിനിർത്തൽ ഡീൽ ഉടനുണ്ടാകുമെന്നും വ്യക്തമാക്കി. അതേസമയം ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ രംഗത്തെത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഉഭയകക്ഷി ബന്ധവും ചർച്ചയായതിന് പിന്നാലെ മോദിക്ക് നന്ദി അറിയിച്ച് നെതന്യാഹു എക്സിൽ പോസ്റ്റ് ചെയ്തു. പശ്ചിമേഷ്യയിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെയും സൗദിയുടെ എണ്ണക്കപ്പലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായതോടെ എണ്ണവില വീണ്ടും ഉയർന്നു. ബ്രെന്റ് ക്രൂഡ് വില ബാരലിനെ $83.55 US ക്രൂഡ് വില $78.18 രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിനെ $4,342.23 ഉയർന്നു. അമേരിക്കയിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചതിനെ തുടർന്ന് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തലും ഡോളർ സൂചിക ഇടിഞ്ഞതുമാണ് സ്വർണത്തിനെ കരുത്തായത്. US വിപണികൾ നേട്ടത്തിലായെങ്കിലും ഏഷ്യൻ വിപണികൾക്കൊപ്പം ഇന്ത്യയിൽ സെൻസെക്സും നിഫ്റ്റിയും നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 0.58% താഴ്ന്ന് 78,499-ലും നിഫ്റ്റി 24,570-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്.